ഇന്ന് എനിക്ക് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇക്കണ്ടല്ലോ എനിക്കൊരു സർപ്രൈസ് തന്നു. എന്താണെന്നറിയോ? ഒരു ഫുഡ് പ്രൊസസർ കേട്ടോ. ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊസസർ ഒന്നും അല്ല, വി-ഗാർഡിന്റെ ഫുഡ് പ്രൊസസറാണ് കേട്ടോ തന്നത്. അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ വി-ഗാർഡിൻ്റെ ഫുഡ് പ്രൊസസ്സർ. സത്യത്തിൽ കുറേ മുമ്പ് ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഫുഡ് പ്രൊസസ്സർ വാങ്ങണമെന്ന്. പക്ഷെ ഇക്കന്ന് ഞാൻ ഞെട്ടിച്ചു കേട്ടോ. എങ്ങനെയെന്നറിയോ? ഇക്കണ്ട് വന്നപ്പോൾ വി-ഗാർഡിൻ്റെ സെലേറിയ ഫുഡ് പ്രൊസസ്സർ വാങ്ങി വന്നിക്കണ്. ശരിക്കും ഞാൻ സർപ്രൈസ് ആയി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വി-ഗാർഡിൻ്റെ ഫുഡ് പ്രൊസസ്സർ. അപ്പോൾ അത് സർപ്രൈസ് ആയിട്ട് എനിക്ക് തന്നപ്പോൾ ഞാൻ ഞെട്ടാതിരിക്കുമോ? എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്താണെങ്കിലും ഒരു സർപ്രൈസ് തന്നതല്ലേ, അപ്പോൾ തിരിച്ച് ഇക്കാക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കേട്ടോ. ഇക്കാക്ക് പായസം ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് അരിപ്പായസം. അപ്പം ഞാൻ പാൽപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം രാത്രിയൊക്കെ വരുമ്പോൾ പാൽപ്പായസം കൊടുത്ത് എനിക്ക് സർപ്രൈസ് ചെയ്യിക്കാലോ. അപ്പൊ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസ് 1/2 കപ്പ് നല്ല പോലെ കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പായസം ഉണ്ടാക്കാൻ ഞാൻ അരമണിക്കൂർ കുതിർത്ത ബസ്മതി റൈസാണ് കേട്ടോ എടുത്തത്. എന്നാലാണ് അരി പെട്ടെന്ന് വേവുക, പായസം പെട്ടെന്ന് റെഡി ആവട്ടെ. അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം പായസം വേവിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ വി-ഗാർഡിൻ്റെ ഫുഡ് പ്രൊസസ്സറിന് പ്രിസിഷൻ കൺട്രോൾ ടെക്നോളജി ഉള്ളത് കാരണം തന്നെ ഈസി ആയി പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ പൾസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? അതുപോലെ നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ മിക്സി ജാർ വീണ്ടും കഴുകി യൂസ് ചെയ്യലുണ്ടല്ലേ, അത് വിഷമമുള്ളൊരു കാര്യമാണല്ലേ. പക്ഷെ വി-ഗാർഡിൻ്റെ ഫുഡ് പ്രൊസസ്സർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, കാരണം ഓരോന്നിനും സെപ്പറേറ്റ് ജാറുണ്ട്. അപ്പോൾ നമ്മുടെ പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മുടെ അരി പെട്ടെന്ന് വേവുമല്ലോ, നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, പോരാത്തതിന് കുതിർത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാല് തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നത്. കുതിർത്തതുകൊണ്ട് പെട്ടെന്ന് വേവ് കിട്ടും, അതുകൊണ്ട് നമ്മളെ പായസം പെട്ടെന്ന് റെഡിയാവും. ഒരു 15 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. അപ്പോൾ പായസത്തിൽ അരിയൊക്കെ നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഒരു ഏലക്ക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ പായസം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പായസത്തിന് ടേസ്റ്റ് കൂട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, ഒരു പിഞ്ച്. അതുപോലെ കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് നെയ്യിൽ വറുത്തിട്ട് കൊടുക്കാം, അതൊരു ടേസ്റ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പായസം ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ സെർവ് ചെയ്യണത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടോ പായസം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.